ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടി 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 8 പീസ് ചുമന്നുള്ളി, 4 ഉണക്കമുളക്, ഇതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, 1 കഷ്ണം ഇഞ്ചി, ഒരു ഉരുട്ടിയെടുത്താൽ ഇത്രയും കാണും, ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയുമാണ് ആവശ്യം. ഇത് ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് അരക്കാം. മിക്സിയുടെ ജാറിൽ ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം, അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം, പുളി, ഉണക്കമുളക്, കറിവേപ്പില, തേങ്ങ, ഉപ്പ്, ഇത്രയും ഇട്ട ശേഷം 2 വട്ടം പൾസ് ചെയ്ത് എടുത്ത് മൂന്നാമത് ഒന്നും കൂടി ചതച്ച് എടുക്കാം. ചമ്മന്തി ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പരുവത്തിലാണ് അരക്കേണ്ടത്. ഇതൊരു പാത്രത്തിലോട്ട് വിളമ്പാം. നല്ല രുചിയുള്ള ചമ്മന്തിയാണിത്. പുളിയും എരിവും ഉപ്പും എല്ലാം കറക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കാന്താരി മുളകും എല്ലാം ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതൊന്ന് ഉണ്ട പിടിച്ചെടുക്കാം. നല്ലപോലെ കല്ലിൽ അരച്ച ചമ്മന്തി പോലെ ഇരിപ്പുണ്ട്. ഞാൻ ഉണക്കമുളകാണ് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാവുന്നതാണ്. ഈ ചമ്മന്തി എല്ലാവരും കഴിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഇഷ്ടപ്പെടാൻ അയച്ചോ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.